3 മക്കൾക്കും കുടുംബത്തിനുമൊപ്പം ഓണം അതിഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങളായിരുന്നു വിന്ധ്യയുടെയും ഭർത്താവ് പ്രിൻസ് തോമസിൻ്റെയും മനസ്സിൽ ഉണ്ടായിരുന്നത്. അതിനിടെയാണ് വിന്ധ്യയുടെ സഹോദരൻ്റെ മകനെ US-ലേക്ക് യാത്രയാക്കാൻ നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചത്. മകനെപ്പോലെ തന്നെ കരുതിയ കുട്ടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് വിന്ധ്യയും ഭർത്താവും അവനെ യാത്രയാക്കുവാൻ നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചതും. പുലർച്ചെയായിരുന്നു അവന് വിമാനം. അങ്ങനെ തേവലക്കരയിലെ വീട്ടിൽ നിന്നും സഹോദരന്റെ മകനെയും കൂട്ടിയുള്ള യാത്രയിൽ പ്രിൻസിനും വിന്ധ്യയ്ക്കും ഒപ്പം 3 മക്കളും ഉണ്ടായിരുന്നു. മൂത്ത മകൾ ഐശ്വര്യയും ഇളയ മകൻ അതുലും ഏറ്റവും ഇളയ കുഞ്ഞായ 5 വയസ്സുകാരി അൽക്കയുമെല്ലാം അച്ഛനും അമ്മയ്ക്കുമൊപ്പമുള്ള യാത്രയുടെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഏറെ ആഹ്ലാദത്തോടെ ആ കുഞ്ഞുമക്കളുടെ ചേട്ടനെ യാത്രയാക്കി വീട്ടിലേക്ക് യാത്ര തിരിച്ച കുടുംബത്തെ കാത്തിരുന്നത് വലിയ ദുരന്തമായിരുന്നു. ദേശീയപാതയിലെ ഓച്ചിറ വലിയ കുളങ്ങരയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച ഥാർ വാഹനവും KSRTC ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിക്കുകയായിരുന്നു. രാവിലെ 6:10 ഉണ്ടായ അപകടത്തിൽ 44-കാരനായ പ്രിൻസും മക്കളായ അൽക്കയും അതുലും സംഭവസ്ഥലത്ത് വെച്ചു തന്നെ തൽക്ഷണം മരണത്തിനു കീഴടങ്ങി. പ്രിൻസിന്റെ ഭാര്യ വിന്ധ്യ സൂസൻ വർഗീസും മൂത്ത മകൾ ഐശ്വര്യയ്ക്കും ഗുരുതരമായി തന്നെ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. ഐശ്വര്യയുടെയും വിന്ധ്യയുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. ഇരുവരും ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ്. അപ്പോഴും പ്രിൻസും 2 മക്കളും മരണത്തിലേക്ക് പോയ വിവരം ഇനിയും അറിഞ്ഞിട്ടില്ല.